മാധ്യമ വാർത്തകൾക്ക് മേലുള്ള സർക്കാരിന്റെ അപ്രഖ്യാപിത സെൻസർഷിപ്പിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് മെറ്റ ഇന്നലെ റിപ്പോർട്ടറിന്റെ മാത്രം 9 വാർത്താ കാർഡുകളാണ് നീക്കിയത്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വാർത്തകൾ മാത്രം തെരഞ്ഞുപിടിച്ചുകൊണ്ടാണ് മെറ്റ ഒഴിവാക്കുന്നത്. MDMA കേസിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പിടിയിലായ വാർത്തയടക്കം മെറ്റ ഒഴിവാക്കിയതിൽ ഉൾപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി രാഷ്ട്രീയ ഭീരു എന്ന രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. TV പ്രസാദ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. കേരളത്തിൽ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തതാണ്, ഇത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ലാത്തതാണ്. മുൻ സർക്കാരുകൾക്കെതിരെ എല്ലാം മാധ്യമങ്ങൾ ന്യായമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. അപ്പോഴൊന്നും ഇത്ര വലിയ അസഹിഷ്ണുത പ്രകടമായിട്ടില്ല, പ്രകടിപ്പിച്ചിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു പുതിയ സർക്കാർ അധികാരമേറ്റ് 3 മാസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും സത്യസന്ധമായ വാർത്തകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൽ വസ്തുതയ്ക്ക് നിരക്കാത്ത ഒരു അക്ഷരം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതുപോലും സഹിക്കാൻ കഴിയുന്നില്ല, ഒരു വിമർശനവും താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മെറ്റയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് പോസ്റ്ററുകൾ, വാർത്തകൾ റിമൂവ് ചെയ്യിപ്പിക്കുകയാണ്. ഇത് നമ്മളത് വാർത്തയാക്കുന്തോറും അവർ അത് കൂടുതൽ വാർത്തകൾ റിമൂവ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? പ്രതിപക്ഷം വലിയ തരത്തിൽ ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രീയപരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രസാദ്, ഷിഹാസെ, ശ്രുതി, ഗുഡ് മോർണിംഗ്. വിട്ടുവീഴ്ചയില്ലാത്ത വാർത്തകൾക്കപ്പുറം, സത്യസന്ധമായ വാർത്തകൾക്കപ്പുറം ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത വാർത്തകൾ എന്നുകൂടി അതിനകത്ത് നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരും ഷിഹാസെ. കാരണം നമുക്ക് ചുറ്റും കാണുന്നതൊന്നും നമ്മൾ മാറ്റിവെക്കുന്നില്ല എന്നുള്ളതാണ്. അത് സർക്കാരിനെതിരാണെങ്കിലും അല്ലെങ്കിലും അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നുമുണ്ട് കൃത്യമായിട്ട്. അതിലുള്ള ഒരു പ്രശ്നമാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിലെ മറ്റ് ദൃശ്യമാധ്യമങ്ങൾക്കോ മറ്റ് പത്രമാധ്യമങ്ങൾക്കോ ഇല്ലാത്ത ഒരു സെൻസർഷിപ്പ് റിപ്പോർട്ടർ TVക്ക് കൊണ്ടുവരാനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്നുള്ളത് ഇത് സർക്കാരിനെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെയും വല്ലാതെ അലോസരപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ അലോസരപ്പെടുത്തുന്ന വാർത്തകൾ കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ കൊടുക്കുന്നുമുണ്ട്. പക്ഷേ ഇങ്ങനൊരു സെൻസർഷിപ്പ് ഇതാദ്യമായാണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമീപകാലത്തുണ്ടായ ഒരു ഇഷ്യൂ ആണ്. അത് വേണ്ടത്ര മറ്റ് മാധ്യമങ്ങൾ ചർച്ച ചെയ്തുമില്ല. അതായത് കാസർഗോഡ് MDMA കേസിൽ പിടിയിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഹുസൈൻ VD സതീശന്റെ അടുത്ത ആളാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള നിരവധി വീഡിയോകളും ഫോട്ടോകളും അത് ഹുസൈന്റെ ഫേസ്ബുക്ക് പേജിലും മറ്റ് അക്കൗണ്ടുകളിൽ നിന്നും തന്നെയാണ് പുറത്തേക്ക് വന്നത്. അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്തു. സമീപകാലത്ത് ഇതാദ്യമായിട്ടാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഇത്രയേറെ ചേർന്ന് നിൽക്കുന്ന ഒരാളെ ഇത്രയേറെ ക്വാണ്ടിറ്റി MDMAയുമായി പിടികൂടുകയും ചെയ്യുന്നത്. അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൃത്യമായി വീഡിയോ സഹിതം എത്തിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിന്റേതടക്കമുള്ള കാർഡുകൾ അവിടെയാണ് തുടങ്ങിയത് ഷിഹാസെ. അതിന്റേതടക്കമുള്ള കാർഡുകൾ ഒന്നിനു പിറകെ ഒന്നായി പിൻവലിക്കുകയാണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് മെറ്റയിൽ നിന്ന് എന്തോ ലൈസൻസ് എടുത്തതുപോലെ ഓരോ കാർഡുകളായി നീക്കം ചെയ്യിപ്പിക്കുകയാണ് കേരള സർക്കാർ എന്നുള്ളതാണ്. അതിൽ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളുണ്ട്. എന്തിനേറെ കടലിൽ മത്സ്യത്തൊഴിലാളികൾ വീണുപോയ സമയത്ത് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശരിയായ രീതിയിലല്ല നടക്കുന്നത് എന്ന് പറഞ്ഞ് ഇപ്പോഴും അച്ഛനെ കാണാൻ കഴിയാത്ത ആ മകളുടെ വർത്തമാനം പോലും, ആ മകൾ പറഞ്ഞ കാര്യം പോലും ആ കാർഡും നീക്കം ചെയ്തു എന്നുള്ളതാണ്. അതോടൊപ്പം ഇടത് നേതാക്കളുടെ ചില പ്രസ്താവനകൾ, അത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയുള്ളത് എല്ലാം നീക്കം ചെയ്തു എന്നുള്ളതാണ്. ഇത് അടിയന്തരാവസ്ഥ കാലത്ത് മാത്രം കേട്ടിട്ടുള്ളതാണ്. പിന്നീട് അതിനുശേഷം ഇങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങനെ ഒരു വാർത്താ സെൻസർഷിപ്പിനെ കുറിച്ച് കേട്ടിട്ടേയില്ല. ഇതാദ്യമായാണ് ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കാർഡുകൾ നീക്കം ചെയ്യാൻ കഴിയുന്നത്, വാർത്തകളെ കൊല്ലുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത സർക്കാർ ഇതുവരെയും വരുത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മുടെ വാർത്തകൾ മെറ്റയിൽ സ്വാധീനിച്ച് അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടുകയാണ്. ഷിഹാസ്, ശ്രുതി. പ്രസാദ്, അതിന്റെ ഏറ്റവും ഞെട്ടിക്കുന്നൊരു കാര്യം, അതായത് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ അവിടെ ഈ ഗോദി മീഡിയ അവരെ സ്വാധീനിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാർത്തകൾ ഉണ്ടാവാറില്ല പൊതുവെ. പക്ഷെ അങ്ങനെ ഒന്നുണ്ടായാൽ, കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന വാർത്തകൾ ഉണ്ടായാൽ അവരെ അടിച്ചമർത്തുക. അതിപ്പോൾ ഏത് അങ്ങേയറ്റം വരെ പോയിട്ടാണെങ്കിൽ പോലും അതിപ്പോൾ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുന്ന യഥാർത്ഥ മാധ്യമപ്രവർത്തകർ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന, ഇപ്പോഴും ജയിലുകൾ തുടരുന്ന നിരവധി സംഭവങ്ങളുണ്ട്. ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ സൂചികയിൽ, ലിസ്റ്റിൽ, ആ ഒരു പട്ടികയിൽ ഏറ്റവും താഴേക്ക് ഓരോ വർഷവും ഇന്ത്യ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഭിന്നസ്വരമായിരുന്നു കേരളത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മാധ്യമ സ്വാതന്ത്ര്യം നന്നായി നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ CJP പ്രൊട്ടസ്റ്റിലാണെങ്കിൽ പോലും ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു സ്വീകാര്യത, ദേശീയ മാധ്യമങ്ങളോട് വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധമൊക്കെ കാണിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറുകയാണ്, സർക്കാർ മാറിയതോടുകൂടി നിലപാട് മാറുകയാണ്. ഇപ്പോൾ ദേശീയ തലത്തിലൊന്നും കേരളത്തിൽ മറ്റൊരു നിലപാടും, അതെങ്ങനെയാണ് കോൺഗ്രസിന് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുക? പ്രസാദ്,
ഷിഹാസെ, കേന്ദ്രത്തിൽ മോദി സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് കൂടുതലുമെങ്കിൽ അതിന്റെ ഒരു പതിപ്പായി കേരളവും മാറുന്നു എന്നുള്ളതാണ്. എല്ലാവരും വി.ഡി. സതീശനെ പിന്തുണച്ചുകൊണ്ട് കേരള സർക്കാരിനെതിരെ വിമർശനം കൊടുക്കാതെയുള്ള റിപ്പോർട്ടിംഗ് ആണ് മാധ്യമങ്ങൾ പലതും നടത്തുന്നത് എന്നുള്ളത് നമുക്ക് ചുറ്റും കാണുന്നതുമാണ്. എല്ലാ കാര്യങ്ങളും ഒരു രീതിയിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് നമ്മളോടുള്ള ഈ ശത്രുതയ്ക്ക് പ്രധാനപ്പെട്ട കാരണം. മെസ്സി വിവാദമടക്കം അതിൽ റിപ്പോർട്ടർ TV എന്തോ മോശം കാര്യം ചെയ്തു എന്നും പണം പോലും കൈമാറിയില്ല എന്നും പറയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒന്നുമില്ലാത്ത സമയത്ത് പെട്ടെന്ന് കടലിൽ മനുഷ്യരെ കാണാതായ സമയത്ത് മുഖ്യമന്ത്രിക്ക് കൂടെയുണ്ടായിരുന്ന ആളുടെ കയ്യിൽ നിന്ന് MDMA പിടിച്ച സമയത്ത് വളരെ പെട്ടെന്ന് മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത പൊങ്ങി വരുന്നതും കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്തിനെ കൊണ്ട് റിപ്പോർട്ട് കൊടുപ്പിക്കുന്നതും N. പ്രശാന്ത് ആണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ ഒരു വർഷത്തിലേറെ കാലം LDF സർക്കാരിന്റെ ഭാഗമായി നിന്ന സമയത്ത് സസ്പെൻഷനിൽ പോവുകയും ഈ സർക്കാർ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണെന്ന് ഓർക്കണം. അങ്ങനെ റിപ്പോർട്ടറിനെതിരായി ഒരു വലിയ കഥയുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനിടയിലാണ് നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന് കാണുമ്പോഴാണ് നമ്മുടെ വാർത്തകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ സംവിധാനം തയ്യാറാകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഏതു നാട്ടിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാർത്ത കൊടുത്തു എന്നതിന്റെ പേരിൽ ആ വാർത്ത മെറ്റയെ കൊണ്ട് നീക്കിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്? ഉറപ്പായും ഇനി ഇതും തുടരാൻ തന്നെയാണ് സാധ്യത. ഇത്തരം വാർത്തകൾ നീക്കം ചെയ്യപ്പെടാൻ തന്നെയാണ് സാധ്യത. പക്ഷെ എന്ന് കരുതി വാർത്തയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. എങ്ങനെയാണോ നമ്മുടെ റിപ്പോർട്ടിംഗ് പാറ്റേൺ ഉള്ളത്, കണ്ടതുപോലെ റിപ്പോർട്ട് ചെയ്യുന്ന ശൈലി, അത് നമ്മൾ തുടരുക തന്നെ ചെയ്യും. ശരി പ്രസാദ്, വല്ലാത്ത അസഹിഷ്ണുതയാണ് പ്രകടിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ്. അവർക്കെതിരായിട്ടുള്ള യാതൊരു വാർത്തകളും വേണ്ട എന്നുള്ള തീരുമാനമാണ്. എന്നാൽ സത്യസന്ധമായ വാർത്താ അവതരണം, വാർത്താ റിപ്പോർട്ടിംഗ് തുടരാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം.